നോക്കൂ, 45 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെന്നിരിക്കെ, 46 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെന്നിരിക്കെ 48 സീറ്റുകളാണ് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത്. ഓഫ് കോഴ്സ് അവരുടെ ചില സഖ്യകക്ഷികൾക്ക് 3-4 സീറ്റുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ 37 സീറ്റ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞു. അവിടെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടാകുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യം ആലോചിക്കേണ്ടതുണ്ട്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ, മഹാരാഷ്ട്രയിൽ അങ്ങേയറ്റം മോശമായ പെർഫോമൻസ് അല്ലേ ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? 9 സീറ്റുകളിലേക്കാണ്. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കേവലം 9 സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയത്. 30 സീറ്റുകളിലാണ് ഈ മഹാവികാസ് അഘാടി വിജയിച്ചു വന്നത്. അവിടുന്ന് 6 മാസത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? 288 അംഗ നിയമസഭയിൽ എത്ര സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത്? 235 സീറ്റ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് വലിയ വിജയമുണ്ടായി. 50 സീറ്റുകളിലേക്ക് ചുരുങ്ങി പ്രതിപക്ഷ പാർട്ടി. കോൺഗ്രസ് പെർഫോം ചെയ്തില്ല, ഉദ്ധവ് താക്കറെയുടെ പാർട്ടി പെർഫോം ചെയ്തില്ല. അത് ഇന്ത്യ സഖ്യം വിലയിരുത്തണം. ഇന്ത്യ സഖ്യം വിലയിരുത്തിയാൽ മാത്രമേ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് ആലോചിക്കാൻ പോലും കഴിയൂ. അൺഫോർച്ചുനേറ്റ്ലി ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ സഖ്യം അമ്പയെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ജമ്മു കാശ്മീർ ആശ്വാസ വിജയമാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡിലും അവർ പെർഫോം ചെയ്തു. കോൺഗ്രസ് നന്നായി പെർഫോം ചെയ്ത സംസ്ഥാനമാണ്. 16 സീറ്റുകൾ എം എൽ എമാരായിട്ട് അവിടെ വിജയിച്ചു. RJD പെർഫോം ചെയ്തു. ഓഫ് കോഴ്സ് ജാർഖണ്ഡ് മുക്തി മോർച്ചയും പെർഫോം ചെയ്തു. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2-2 എന്ന പൊസിഷൻ ഇരിക്കാമെങ്കിൽ പോലും ഈ ഉന്നയിക്കപ്പെട്ട പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. ഇന്ന് നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ ചെളിവാരിയേറിയലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്.